നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴിച്ച് മുഴുവൻ മണ്ഡലങ്ങളും കർണാടകയിലെ 14 മണ്ഡലങ്ങളും നാളെ വിധിയെഴുതും. ഉത്തരേന്ത്യയിലെ 43 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. ഡിഎംകെ സ്ഥാനാർത്ഥിയുടെ ഓഫീസിൽ നിന്നും 12 കോടിയോളം രൂപ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് വെല്ലൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ത്രിപുര, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവയ്ക്ക് പുറമെ പുതുച്ചേരിയിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. അസം, ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. 2014-ൽ എൻഡിഎക്ക് 31 സീറ്റും യുപിഐക്ക് 16 സീറ്റുമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 96 മണ്ഡലങ്ങളിൽ കർണാടക മാത്രമാണ് എൻഡിഎക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള സംസ്ഥാനം. അസമിൽ കരീംഗഞ്ച് മണ്ഡലം ഒഴിച്ച് മറ്റ് 4 മണ്ഡലങ്ങളിലും പോരാട്ടം നടക്കുന്നത് ബിജെപിയും കോൺഗ്രസും തമ്മിലാണ്. സിൽച്ചറിൽ സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ സുസ്മിത ദേവാണ് മത്സരിക്കുന്നത്. അതേസമയം കരീംഗഞ്ചിൽ കോൺഗ്രസും ബിജെപിയും എഐയുഡിഎഫും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുക. പൗരത്വ ബിൽ തന്നെയാണ് ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന വിഷയം. ത്രിപുര ഈസ്റ്റിലും പശ്ചിമബംഗാളിലെ 3 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പുണ്ട്. ത്രിപുരയിലും പശ്ചിമബംഗാളിലും ആദ്യഘട്ട വോട്ടെടുപ്പിൽ വ്യാപക അട്ടിമറി നടന്നെന്ന ആരോപണവും ശക്തമാണ്. ത്രിപുരയിലെ 464 ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യപ്പെട്ട് സിപിഐഎം തന്നെ രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങൾ ബിഎസ്പി നേതാവ് മായാവതിക്ക് നിർണായകമാണ്. ദളിത്, മുസ്ലിം, ഗുജ്ജർ, ജാട്ട് വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് ഈ 8 ബിഎസ്പി-എസ്പി സഖ്യം ബിജെപിക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി കൂടിയാണ്. കർണാടകയിൽ മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ജെഡിഎസ് സഖ്യം. എന്നാൽ കോൺഗ്രസുമായി അവസാന നിമിഷം സഖ്യം രൂപീകരിച്ചതും സഖ്യമുണ്ടാക്കിയതിൽ ജെഡിഎസിനകത്തുള്ള അസ്വാരസ്യവും ബിജെപിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യതകൾ. അതേസമയം തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴിച്ച് മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഡിഎംകെ സ്ഥാനാർത്ഥി കദിർ ആനന്ദിന്റെ ഓഫീസിൽ നിന്നും 12 കോടിയോളം രൂപ ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തതിനെ തുടർന്നാണ് വെല്ലൂരിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പിന് കേവലം 5 ദിവസങ്ങൾ മാത്രം. ചിട്ടയായ പ്രചരണത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടിയെന്നാണ് എൽഡിഎഫിന്റെ വിലയിരുത്തൽ. രാഹുൽ തരംഗം കേരളത്തിലുണ്ടാകുമെന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. ആചാര സംരക്ഷകർക്കൊപ്പം കേരളം നിലകൊള്ളുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ അതിശക്തമായ പ്രചരണമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തുന്നത്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് എൽഡിഎഫിന് പ്രചരണ രംഗത്ത് മേൽക്കൈ നേടാനായി. എല്ലാ മണ്ഡലത്തിലും 3ലേറെ തവണ എല്ലാ ബൂത്തിലും സ്ഥാനാർത്ഥിയെ നേരിട്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് എൽഡിഎഫിന് നേട്ടമാണ്. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയിലും കുടുംബയോഗങ്ങളിലും എൽഡിഎഫിനാണ് മുൻതൂക്കം. 5ലേറെ തവണ ഓരോ വീടും സന്ദർശിച്ചു എന്നതും വീടുകൾക്ക് ചുമതലക്കാരെ നിശ്ചയിച്ചു നൽകിയും എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കുതിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തോടെ കേരളം മുഴുവൻ തരംഗമുണ്ടായി എന്നതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേ ഫലങ്ങൾ യുഡിഎഫിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പ്രചരണ രംഗത്തെ മാന്ദ്യവും ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തനരഹിതരായതും യുഡിഎഫിന് തിരിച്ചടിയായിരിക്കുകയാണ്. ബിജെപി പ്രധാനമായും തിരുവനന്തപുരത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശബരിമലയാണ് മുഖ്യ പ്രചരണ വിഷയം. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചതിന് സുരേഷ് ഗോപി അടക്കമുള്ള ബിജെപി സ്ഥാനാർത്ഥികൾക്ക് പണി കിട്ടിയതും ബിജെപിക്ക് തിരിച്ചടിയാണ്. ശബരിമല വിഷയം പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചരണ ആയുധമാക്കിയതോടെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകി മുഖ്യമന്ത്രി അടക്കമുള്ളവർ നൽകുന്ന മറുപടിയും സജീവ ചർച്ചയായിരിക്കുന്നു. ലീഗും എസ്ഡിപിഐയും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തായതും പ്രചരണ വിഷയമാണ്. വരും ദിവസങ്ങളിൽ റോഡ് ഷോകളിൽ കേന്ദ്രീകരിക്കാനാണ് വിവിധ മുന്നണികളുടെ തീരുമാനം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം തല്ലിക്കുകയാണ് മോദിയും ബിജെപിയും എന്ന സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദിയുടെയും സർക്കാരിന്റെയും പരാജയം ഉറപ്പുവരുത്തണം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോട്ടയം കറുകച്ചാലിൽ നടന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മണ്ഡലത്തിലെത്തിയത്. കോട്ടയം കറുകച്ചാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രകാശ് കാരാട്ട് പ്രസംഗവേളയിൽ ബിജെപിയെ കടന്നാക്രമിച്ചും കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നുകാണിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം തല്ലിക്കുകയാണ് മോദിയും ബിജെപിയുമെന്നും വർഗീയതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. അതിനാൽ മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദിയുടെയും സർക്കാരിന്റെയും പരാജയം ഉറപ്പുവരുത്തണം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. So in this election, the unity of the
secular and democratic forces is going to ensure the defeat of the BJP and the removal of the Modi government from power at the center. And in place of that, we have to form a secular government. A secular government will be formed if we can also strengthen the representation of the left in parliament, increase the representation of the LDF MPs in parliament, because it is the left forces which can rally all secular forces to form a coalition government. This is not a role that the Congress party can play or is playing. The Congress party has a record of compromising with the BJP and the communal forces, of colluding with them opportunistically. ജോസ് ചമ്പക്കര അധ്യക്ഷനായ യോഗത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ, എൽഡിഎഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, പ്രൊഫസർ ആർ നരേന്ദ്രനാഥ്, അഡ്വക്കേറ്റ് എം എ ഷാജി, പി എ താഹ, വി പി ഇസ്മായിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മംഗലാപുരത്ത് നിന്ന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെ ആശുപത്രിയിലെത്തിച്ച പിഞ്ചു കുഞ്ഞിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. ആംബുലൻസിന് സൌകര്യമൊരുക്കണമെന്നും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന നാട് ഏറ്റെടുക്കുകയായിരുന്നു. ചികിത്സയുടെ പൂർണ്ണ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചു. തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രി ലക്ഷ്യം വെച്ചാണ് മംഗലാപുരത്തു നിന്നും ചരിത്ര ദൌത്യവുമായി ആംബുലൻസ് പുറപ്പെട്ടത്. 15 മണിക്കൂറിലധികം സമയം വേണ്ടിവരുന്ന 650 കിലോമീറ്റർ ദൂരം എത്താൻ ലഭിച്ചത് 10 മണിക്കൂർ മാത്രം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ യാത്ര തത്സമയം സംപ്രേഷണം ചെയ്തതോടെ പൊതുസമൂഹം ദൌത്യം ഏറ്റെടുത്തു. ആവശ്യമായ സഹായമൊരുക്കണമെന്ന അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രിയും സോഷ്യൽ മീഡിയയിലെത്തി. ജനങ്ങൾ പോലീസിനോട് ചേർന്ന് പ്രവർത്തിച്ചു. ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആവശ്യമായ ചികിത്സ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. തുടർന്ന് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ കുഞ്ഞിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് സ്വദേശി ഹസനാണ് മിന്നുന്ന വേഗത്തിൽ കുഞ്ഞു ഹൃദയവുമായി കുതിച്ചെത്തിയത്. എല്ലാവരും സപ്പോർട്ടും കൊണ്ട് എഴുത്തിപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് വകയായിട്ട് എല്ലാ സൗകര്യങ്ങളും എത്തി തന്നിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരും അതുപോലെ തീർച്ചയായിട്ടും പോലീസിന്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എസ്കോർട്ട് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഹൃദയത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 24 മണിക്കൂർ നിരീക്ഷണം നടത്തിയ ശേഷം മാത്രമേ മറ്റ് ചികിത്സാ നടപടികളെ കുറിച്ച് പറയാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. Baby is a 15-day-old baby who has been received from Mangalore with a critical and complex congenital heart disease that has affected the baby since the baby was born. The baby has a hole in the heart called ventricular septal defect. Along with that, the baby also has a severe narrowing of a vessel that supplies the body called aorta. സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ഒരു മനസ്സോടെ കൈകോർത്തപ്പോൾ ലാഭിച്ചത് വിലപ്പെട്ട ഏതാനും മണിക്കൂറുകളായിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ കുഞ്ഞിന്റെ ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള കരുതലും പ്രാർത്ഥനയിലുമാകും മലയാള നാട്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും വിഷ്ണുപ്രസാദ്. മംഗലാപുരത്ത് നിന്നും കുഞ്ഞിനെ കൊച്ചിയിലെത്തിച്ച ആംബുലൻസ് ഡ്രൈവറാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ താരം. ചുരുങ്ങിയ സമയം കൊണ്ട് കുഞ്ഞുമായി ആംബുലൻസ് കൊച്ചിയിലെത്തിച്ചത് കാസർഗോഡ് സ്വദേശി ഹസനാണ്. ഹസന്റെ രണ്ടാമത്തെ ദൌത്യമാണിത്. 400-ലധികം കിലോമീറ്റർ പിന്നിട്ടത് 5 മണിക്കൂർ 20 മിനിറ്റിനുള്ളിൽ. കാസർഗോഡ് ഉദുമ സ്വദേശി ഹസനെ താരമാക്കിയത് ഈ വേഗതയാണ്. 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഹസൻ ഇടയ്ക്ക് വെച്ച് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് ആംബുലൻസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രാവിലെ 10:30-യോടെയാണ് 15 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുമായി ഹസൻ കേരളത്തിന്റെ മാറിലൂടെ കുതിച്ചത്. യാത്ര സോഷ്യൽ മീഡിയയിൽ തത്സമയം നൽകിയതോടെ സമൂഹ മാധ്യമങ്ങൾ അതിന്റെ കരുത്തു കാണിച്ചു. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടാവാറുള്ള പല ടൗണുകളും ആംബുലൻസിന് വഴിയൊരുക്കി കാത്തുകിടന്നു. പോലീസിനൊപ്പം പൊതുജനവും കൈകോർത്തതോടെ ഹസന്റെ മിന്നുന്ന വേഗത്തിന് മുന്നിൽ 400 കിലോമീറ്റർ വെറും അക്കങ്ങളായി മാറി. ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ പെൺകുഞ്ഞിന് കൂട്ടായി മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും പൊതുജനവും ഉണർന്നു പ്രവർത്തിച്ചു.
പ്രളയത്തിന് ശേഷം ഒരിക്കൽ കൂടി കേരളം സമൂഹ മാധ്യമങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞു. ഇത് ഹസൻ ഏറ്റെടുക്കുന്ന രണ്ടാമത്തെ ദൗത്യമാണ്. 8 വർഷമായി ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഉദുമ സ്വദേശി ഹസൻ മുൻപ് കണ്ണൂരിൽ നിന്നും ഒരു കുഞ്ഞുമായി തിരുവനന്തപുരത്തേക്ക് വിജയകരമായി കുതിച്ചെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി PP സുനീർ 5ാം ഘട്ട പ്രചരണം ആരംഭിച്ചു. ഇന്നലെ വയനാട്ടിലെ തോട്ടം മേഖലകളിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. വലിയ ആവേശത്തോടെയാണ് തൊഴിലാളികൾ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ മണ്ഡലത്തിലെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തുടങ്ങിയ പ്രചാരണം 5ാം ഘട്ടത്തിലെത്തി. ഇപ്പോൾ തോട്ടം മേഖലകളിൽ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥി എത്തി. രാവിലെ തന്നെ തൊഴിലാളികൾ സ്ഥാനാർത്ഥി എത്തുന്നുണ്ടെന്നറിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആവേശത്തോടെയുള്ള സ്വീകരണമാണ് തൊഴിലാളികൾ നൽകുന്നത്. വളരെ അനുഭാവപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഗവൺമെന്റ് മുന്നണി എന്നുള്ള നിലയിൽ വളരെ ആവേശകരമായ സ്വീകരണമാണ് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും അവർക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും വലിയ പ്രതീക്ഷയിലാണ്. ഈ മേഖലയിൽ നിന്ന് ഒരു കാലത്തും കിട്ടാത്ത പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതലേ ഉണ്ട്. അവസാനം വരെയും അത് നിലനിൽക്കും. വിജയത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തിയതും മത്സരിക്കുന്നതൊന്നുമല്ല തോട്ടം മേഖലയിലെ വിഷയങ്ങൾ. ഇയാള് ജയിച്ചു പോയാൽ ഇയാളെ എവിടെ വെച്ചിട്ട് നമ്മൾ തരാൻ പറ്റും? ഈ കേരളത്തിൽ നമ്മളെ ഇവിടെ ഉള്ളവർ ജയിക്കണം. ജയിച്ചിട്ട് നമ്മളെ കാര്യം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. തോട്ടം മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളും ക്ഷേമ പെൻഷനുകളും ഒക്കെയാണ് ഇവിടുത്തെ സംസാര വിഷയങ്ങൾ. ഞങ്ങൾ ഈ എസ്റ്റേറ്റിലും എല്ലാ എസ്റ്റേറ്റിലും ഞങ്ങൾ ഇടതുവശ മുന്നണിയാണ്. എല്ലാ കാര്യവും തല പോയാലും വേണ്ടില്ല വിജയിച്ചു തരും. 50 രൂപ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചതും മിനിമം കൂലി, വീട് തുടങ്ങിയ സംസ്ഥാന സർക്കാർ പദ്ധതികളുമെല്ലാം തൊഴിലാളികൾക്ക് നൽകിയ പ്രതീക്ഷ വലുതാണ്. തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തോട്ടം മേഖലയ്ക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, വയനാട്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ മുതിർന്ന നേതാവ് PJ കുര്യന് വ്യാപക വിമർശനം. RSSനെയും BJPയുമാണ് നാം നേരിടുന്നതെന്ന് രാഹുൽ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ കുര്യൻ അത് നാം നേരിടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയും BJPയുമാണെന്നാക്കി തർജിമ ചെയ്തു. പ്രസംഗത്തിന് തുടക്കം മുതൽ തന്നെ പിഴവുകളും നാക്കുപിഴയും കുര്യന്റെ തർജിമയിൽ ഇടം പിടിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടതുപക്ഷ വിരോധം വ്യക്തമാക്കുന്നതായിരുന്നു PJ കുര്യന്റെ പരിഭാഷ. പത്തനംതിട്ടയിലെ UDF പ്രചാരണ വേളയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പരിഭാഷപ്പെടുത്തിയത്. എന്നാൽ രാഹുലിന്റെ വാക്കുകളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കുര്യന്റെ പരിഭാഷയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. RSSനും BJPക്കുമെതിരായ ഒരു പോരാട്ടത്തിലാണ് നമ്മളിപ്പോൾ എന്ന രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷ് പ്രസംഗ ഭാഗത്തെ നാം നേരിടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയും BJPയുമാണ് എന്നാക്കിയായിരുന്നു കുര്യന്റെ തർജ്ജമ. RSS എന്നതിനെ PJ കുര്യൻ മാർക്സിസ്റ്റ് പാർട്ടി എന്നാക്കി തർജ്ജമ ചെയ്തതിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. We are currently involved in a fight with the RSS BJP. നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമായിട്ട് ഒരു തികഞ്ഞ കടുത്ത മത്സരത്തിലാണ്. കേരളത്തിൽ CPIMനെതിരെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംസാരിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ പത്തനാപുരത്ത് സംസാരിച്ചപ്പോഴും CPIMനെതിരെ ഒരു ഘട്ടത്തിൽ പോലും വിമർശിച്ചില്ല എന്നിരിക്കെയാണ് PJ കുര്യൻ രാഹുലിന്റെ വാക്കുകളെ തെറ്റായി തർജ്ജമ ചെയ്തത്. പ്രധാനമന്ത്രി ഘട്ടം ഘട്ടമായി പല പദ്ധതികളും വാഗ്ദാനം നൽകുന്നുണ്ട് എന്നത് പ്രധാനമന്ത്രി പടിപടിയായി പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് എന്നാക്കിയായിരുന്നു കുര്യന്റെ മറ്റൊരു തർജ്ജമ. പരിഭാഷയിൽ തുടക്കം മുതൽ പലയിടത്തും വലിയ പിഴവുകളും നാക്കുപിഴയും കുര്യന്റെ തർജ്ജമയിൽ ഇടം പിടിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പോലീസ് സംഘത്തെ വട്ടം ചുറ്റിച്ച് വീണ്ടും രാഹുൽ. ആലപ്പുഴയിലെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് വലയത്തിൽ നിന്നും കൊണ്ടുപോയത് കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ ഹോട്ടലിൽ. ആലപ്പുഴയിലെ ഒരു മണൽ മാഫിയയുടെ ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനായാണ് നേതാക്കൾ രാഹുലിനെ കൊണ്ടുപോയത്. 1 മണിക്കൂർ നേരം ഭക്ഷണത്തിനായി രാഹുൽ കാത്തിരുന്നു. ഒരാഴ്ച മുൻപാണ് ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പരിപാടി നിശ്ചയിച്ചത്. ഇതേ തുടർന്ന് പോലീസിനെ പൂർണ്ണമായും വിന്യസിച്ച് റിഹേഴ്സൽ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിലും ഇന്ന് ജില്ലയിലെത്തിയ രാഹുൽ ഗാന്ധി പോലീസിനെ വട്ടം കറക്കി. ഉച്ചയ്ക്ക് 2:41 രാഹുലും സംഘവും ആലപ്പുഴയിൽ ഹെലിപ്പാഡിലിറങ്ങിയത്. അതിനുശേഷം ഭക്ഷണം ക്രമീകരിച്ചിരുന്ന ഹെലിപ്പാഡിനോട് ചേർന്നുള്ള റെസ്റ്റ് ഹൗസിലേക്ക് രാഹുലും സംഘവും വരുന്നതിനിടയിൽ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് രാഹുലിനെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുവിൻ്റെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തകർത്താണ് രാഹുലും സംഘവും നേതാക്കളും ഇവിടെ എത്തിയത്. പിന്നാലെ പോലീസും സംഘവും എത്തി. പിന്നീട് ഇവിടെ ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ 1 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം DCC പ്രസിഡന്റ് നേരിട്ടെത്തിച്ചു. ഭക്ഷണം കഴിച്ച് വീണ്ടും റെസ്റ്റ് ഹൗസിലേക്ക് മടക്കയാത്ര. പിന്നീട് 1 മണിക്കൂർ വൈകി പ്രചരണ വേദിയിൽ ഇദ്ദേഹം എത്തി. 1 മണിക്കൂർ നേരം പോലീസ് തെക്കുവടക്ക് ഓടുകയായിരുന്നു. 3 മണിക്ക് പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മേൽക്കൂരയില്ലാത്ത വേദിയിൽ പരിപാടി നടന്നാൽ രാഹുലിന്റെ പരിപാടിക്ക് ആളെ കിട്ടാതാകുമെന്ന ഭയപ്പാടാണ് ചില നേതാക്കളെ ഇടപെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുള്ള സംസാരം. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഭരണത്തിലെത്തിയ BJP സർക്കാർ ഭരണഘടന തിരുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ഇടത് യുവജന സംഘടനകൾ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയെ പ്രകമ്പനം കൊള്ളിച്ച വൻ റാലിക്ക് ശേഷമായിരുന്നു യൂത്ത് പാർലമെന്റിന്റെ പൊതുസമ്മേളനം. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് പറയുന്ന RSSും BJPയും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ അവർ ഭരണഘടന തിരുത്തുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് കടുത്ത ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The main contest is between the LDF and the UDF. And everyone knows that the LDF is the most consistent fighter politically and ideologically against the BJP and the communal forces. While the UDF has, by its very character and composition, been compromising and colluding with these forces. So the choice is clear. If our main goal is to defeat the BJP and to ensure that there is a secular government in the center, it would require the victory of the LDF and the maximum number of MPs of the LDF going to the Lok Sabha. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ മന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തി. DYFI സംസ്ഥാന പ്രസിഡന്റ് S സതീഷ് അധ്യക്ഷനായിരുന്നു. ഇടത് നേതാക്കളായ KK ജയചന്ദ്രൻ, ഗോപി കോട്ടമുറിക്കൽ, മാത്യു വർഗീസ്, CV വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.